നമ്മുടെ വർക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രെയിം ചെയ്യുക. സിമ്പിളായിട്ട് ഫ്രെയിം ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. ഫ്രെയിമിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നമ്മൾ വരച്ചിട്ടുള്ള വർക്ക് കംപ്ലൈൻ്റ് ആവാതെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു മെത്തേഡ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ടുള്ള OHP ഷീറ്റ് എന്താ പറയുക, സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്നെടുക്കുക കേട്ടോ. സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിടുക കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള തെർമോക്കോൾ ഷീറ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അത്ര കട്ടി വേണ്ട, കുറച്ച് കട്ടി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സൈസ് നോക്കിയിട്ട് തെർമോക്കോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു കട്ടിയുള്ളൊരു ഷീറ്റ് വേണം, വൈറ്റ് പേപ്പർ കേട്ടോ. കട്ടിയുള്ളതെന്ന് വെച്ചാൽ ഇത് ഡ്രോയിങ് ബുക്കിലെ ഒരു പേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൂടി അളവൊക്കെ നോക്കിയിട്ട് ലൈന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ വൈറ്റ് പേപ്പർ കറക്റ്റ് സൈസിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് പേപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫ്രെയിം ചെയ്തെടുക്കുക. വൈറ്റ് പേപ്പർ പോയപ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ ഇപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റിയേക്കാം. ഇതും നമ്മൾ ഇതേപോലെ വരച്ചിട്ടുള്ള ഭാഗമല്ല ഫ്രെയിം ചെയ്യാൻ ഉപയോഗിക്കുക, തിരിച്ചിട്ടിട്ടാണ് കേട്ടോ. അതേപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ വരച്ചിട്ടുള്ള പിക്ചറിൻ്റെ അതേ സൈസിൽ അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. വല്ലാതെ അങ്ങോട്ട് ചുളുക്കിയെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചുളുക്കിയെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ പീസായി പോകും. എന്നിട്ട് നമുക്ക് നേരത്തെ അതേ സൈസിലേക്ക് തിരിച്ച് എന്താ പറയുക നിർത്തി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ അലൂമിനിയം ഫോയിൽ വെക്കേണ്ടത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ അവിടെ അങ്ങനെ അമർന്ന് നിന്നോളും. അപ്പോൾ ഈ അലൂമിനിയം ഫോയിൽ കുറച്ച് ബാലൻസ് ഉണ്ട്, ഇങ്ങനെ ബാലൻസ് വരണം. കുറച്ച് അധികമാണ് ബാലൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, അതായത് ഈ മുൻഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മളത് ഫ്രെയിം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവരുത് കേട്ടോ. നമ്മളെ ചെറിയൊരു ഭാഗം കവറായിട്ടില്ല അലൂമിനിയം ഫോയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ബാലൻസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഇതിൻ്റെ ബാക്കിലൊന്ന് അമർത്തി കൊടുക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ ഒട്ടി നിൽക്കാറുണ്ട് സാധാരണ, പക്ഷേ ഇത് ഒട്ടി നിന്നില്ല. അപ്പോൾ ഞാനിതിൻ്റെ ബാക്കിൽ ഒരു ടാപ്പിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് സേഫായിട്ട് അതവിടെ അങ്ങനെ നിന്നോളും. അപ്പോൾ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഇവിടെ വൃത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല. ബാലൻസ് ഉള്ള ആ ഒരു ഫോയിൽ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തപ്പോൾ തന്നെ കറക്റ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെയാണ് നമ്മൾ ഈ വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള വർക്കാണ്. അതിൻ്റെ താഴെ വൈറ്റ് പേപ്പർ വെച്ചപ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ലൊരു ഫിനിഷിങ് വർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ടും അതേപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള കളർ പേപ്പേഴ്സൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഭംഗിയുള്ളതെന്ന്
നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് മാത്രം അടിച്ചിട്ട് അങ്ങനെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആ ഒരു മെത്തേഡ് നമ്മൾ അടിഭാഗത്ത് ചെറിയൊരു ഭാഗം എന്താ പറയുക കവർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിൽ അവിടെ സ്റ്റിക്ക് ചെയ്തു, പക്ഷേ അത് നിന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ടാപ്പിൻ്റെ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം റെഡിയാക്കിയിട്ടുള്ളൂ. ഇനി നമുക്കത് ഫ്രെയിം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിലിൻ്റെ ബാക്കിൽ വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തെർമോക്കോള് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്തുള്ള തെർമോക്കോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. കട്ടി കുറച്ച് കുറഞ്ഞതാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് കട്ട് ചെയ്യാനും നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് ഇത് ഫ്രെയിം ചെയ്തെടുക്കാനും അതായിരിക്കും കേട്ടോ ഈസി, കട്ടി കുറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വലിയൊരു ടാപ്പില്ലേ, ആ ടാപ്പാണ് കേട്ടോ. അപ്പോൾ വേറെ കളേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് പോലുള്ള കളേഴ്സുള്ള ടാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. OHP ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികൾ ഈ ഒരു ഫ്രെയിമിങ് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം OHP ഷീറ്റ് ഇങ്ങനെ തെന്നി മാറാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ള ആരുടെയെങ്കിലും മുതിർന്ന ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഫ്രെയിം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ തെർമോക്കോൾ വെച്ചിട്ട് ഒരു 6 8 ഒക്കെ ഫ്രെയിം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ 3D ലൈനർ വെച്ചിട്ട് 3D ഗ്ലിറ്റർ ലൈനർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ ഇതിന്മേൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റുന്നില്ല.